നിനക്കും ഉണ്ടല്ലോ ഒരു അച്ഛൻ. എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ശിവൻകുട്ടിയേട്ടാ, അച്ഛനെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട. ഇങ്ങനെ തമാശ പറഞ്ഞ് നടക്കാതെ ഉള്ള സമയത്ത് പോയി കടങ്ങളൊക്കെ വീട്ടാൻ നോക്ക്. അല്ലാതെ എന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. വീട്ടുമടി, എല്ലാ കടങ്ങളും നിന്റെ ശിവൻകുട്ടിയേട്ടൻ വീട്ടും. എന്നാണാവോ നിന്നെ കെട്ടുന്നതിന്റെ അന്ന്. പട്ടാളത്തിന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടല്ലോ. എടി, നിന്റെ അച്ഛന് എല്ലാം ദൈവം വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്ന് മാത്രം കൊടുത്തിട്ടില്ല. അതെന്താ? വിവരം. കൊഞ്ചിക്കൊണ്ട് നിൽക്കണ കണ്ട. ഇപ്പൊ വിശ്വാസമായില്ല. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി. എനിക്ക് കേൾക്കണ്ട. എടി ഞാൻ ഈശ്വര അമ്മാവൻ. എടി, ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല. നീ എന്താ എന്റെ മോളോട് പറഞ്ഞത്? ബൈക്ക് സ്റ്റാർട്ട് ആവണില്ലാന്ന്. ഇവൻ എന്നാ നിന്നോട് പറഞ്ഞത്? എന്നെ കെട്ടുന്നു. പോടി വീട്ടില്. ഞാനും പോട്ടെ മാമ. എന്റെ മോളുടെ മനസ്സ് മാറ്റി അവളെ അടിച്ചോണ്ട് പോകാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് മനസ്സിൽ വെച്ചാ മതി കേട്ടോ. സ്വത്ത് കേസിൽ നിന്റെ അച്ഛൻ എന്നെ കോടതി കയറ്റി അന്ന് മുതൽ നിന്റെ കുടുംബവുമായിട്ടുള്ള സകല ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു. അവർക്ക് അവകാശപ്പെട്ട സ്വത്ത് തട്ടിയെടുത്തിട്ട് അവർക്കെതിരെ കേസ് കൊടുത്ത കേശവ സാറല്ലേ? താൻ തന്നെ പണി നോക്കി പോടും. ഞാൻ പോയേക്കാം. എന്റെ ഉള്ളിൽ കിടക്കുന്ന മൃഗത്തെ പുറത്ത് ചാടിക്കരുത്. പിന്നെ 2 തവള പുറത്ത് ചാടിയാ എനിക്ക് പുല്ല. നീ വല്ലതും പറഞ്ഞോ? അതെ, മീനാക്ഷി എനിക്ക് കെട്ടിച്ചു തരില്ല എന്നുള്ളത് ഉറപ്പാണോ? ഉറപ്പാണ്. നിന്നെപ്പോലെ കാശിന് വകയില്ലാത്തവന്